ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും SR പെറ്റൽസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അക്കുവിൻ്റെ കൂടെ മിറാക്കിൾ ഗാർഡനിൽ പോയി. അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് അവരുടെ റൂമിൽ പോയായിരുന്നു. ഇനി അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ദുബായ് ക്രൂസ് ഡിന്നറിനാണ്. ഏതായാലും പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞങ്ങളിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇവരെയും കൊണ്ടൊന്ന് നമുക്ക് പോകാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ നേരെ ദുബായ് ക്രീക്കിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ദുബായ് ജദാഫിൽ എത്തിയിട്ടുണ്ട്. ജദാഫിൽ നിന്നാണ് ഈ ക്രൂസ് ഡിന്നറിൻ്റെ യാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് കുറച്ച് നടന്നു വരണം. അപ്പോഴത്തേക്ക് ഇവിടെ കുറേ യാട്ടുകൾ ഇട്ടിട്ടുണ്ട്. 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ഇങ്ങനെ കുറേ കാറ്റഗറിയാണ്. നമ്മൾ 4 സ്റ്റാറാണ് എടുത്തിരുന്നത്. നമ്മളെ 5 സ്റ്റാറിൽ വിടാമെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്തായാലും പലതിനും പല റേറ്റാണ്, വലിയ റേറ്റൊന്നുമില്ല. പിന്നെ ഇപ്പം ഹോളിഡേ ആണ്ട് അന്ന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, അല്ലാത്തപ്പോൾ വലിയ റേറ്റൊന്നുമില്ല. ഞങ്ങൾ തന്നെ ഇവിടെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അന്നത്തെ ലാസ്റ്റ് ട്രിപ്പാണ്, അതും ഒത്തിരി ലേറ്റായിട്ട് എടുത്തത്. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പം ആൾക്കാർ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട്, ആൾക്കാർ ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു. നമുക്കിവിടെ വന്നപ്പോഴേ ഓൾറെഡി നമ്മുടെ മനസ്സ് മടിച്ച്. നല്ല ക്ലൈമറ്റ്, കാനഡയിൽ നിന്ന് വന്നിട്ട് തണുപ്പൊന്നും സഹിക്കാൻ വയ്യാതെ ജാക്കറ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണത്തിൽ കയറി. ഞങ്ങൾ അപ്പർ ഡെക്കിലാണ് കയറിയത്. താഴെ സീറ്റില്ലായിരുന്നു, മേളിലും സീറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സീറ്റ് ഉണ്ടാക്കി തരുമായിരുന്നു. എന്നാ അറിയില്ല, ഇവിടെയൊക്കെ ഭയങ്കര ബഹളവും അടി ബഹളമൊക്കെ ആയിരുന്നു. അവസാനം ഞങ്ങൾ കയറി. നാഷണൽ ഡേയുടെ തിരക്കായോണ്ടാണോ എന്തോ ആണ് മലയാളികളൊക്കെ ഇറങ്ങിയിട്ട് പോയി പറഞ്ഞ് ചെറുതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ അതേ സൈഡിൽ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് കുറച്ച് ആൾക്കാരും ബഹളമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കയറിയേക്കുന്നത് എങ്ങനെയാന്ന് കണ്ടറിയാം. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്താണ്. എൻ്റെ കപ്പിത്താൻ പുള്ളി എൻ്റെ വ്ളോഗ് കണ്ടി നോക്കുകയൊക്കെ. എവിടെ ചെന്നാലും അക്കുവിന് ഓരോ ആൾക്കാരെ കിട്ടും. ഇവിടെ വന്നപ്പോൾ അക്കുവിന് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ ഒരാളെ കണ്ട് ഭയങ്കര വർത്താനൊക്കെ ആയിരുന്നു. ഫാമിലിയായിട്ടാ വന്ന് ഇതാ വൈഫിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിലെ സെറ്റപ്പ്. അതാണ് ഞങ്ങൾ ആദ്യം പോകാനിരുന്നത്. പക്ഷെ അത് വിളിച്ചു ചോദിച്ചപ്പോഴത്തേന് അത് മൊത്തം ഫില്ലായി. സത്യം പറഞ്ഞാൽ ഈ പാക്കേജിലുള്ളത് ഇത് ഈ ക്രീക്കിലൂടെ ഇങ്ങനെ ബുർജ് ഖലീഫ അങ്ങനെ കുറേ ബിൽഡിങ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവിടുത്തെ ലൈറ്റ് ഷോയും ഫയർ വർക്കുകൾ, പിന്നെ ഈ ബോട്ടിൽ തന്നെ കുറേ ഷോ ഉണ്ട്, ഡാൻസുകളുണ്ട്, ഫയർ ഷോ, മാജിക്, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടെന്നാണ് പാക്കേജിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് വലിയ പരിപാടികളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ബോട്ടെന്നാണ് ഇതിനെ പറഞ്ഞത്. ഷിപ്പോ ഇതെന്തുവാണ്? അവിടുത്തെ ഫുഡും കണ്ടിങ്ങോട്ട് അറ്റത്ത് പോയി നിന്നേ. അണ്ണച്ചി ഇരിക്കുന്നില്ല. അണ്ണച്ചിക്ക് എന്തോ കളിപ്പീര് പറ്റിയെന്ന സങ്കടത്തില്. ഇവർക്ക് ആർക്കും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ ട്രിപ്പ്. ഫാമിനെ കലിപ്പ് മോഡിലാണ്. അണ്ണച്ചി കലിപ്പ് മോഡ്, എല്ലാരും കലിപ്പ് മോഡ്. ഇതാത് ഡാൻസ് ഒന്നും കാണുന്നില്ല പറയാം. ഞാൻ കളിക്കാം ഡാൻസ്. അക്കു തനൂറ ഡാൻസ് കളിക്കും. തനൂറാണോ? തനൂറായ
ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. ബാക്കി എല്ലാവർക്കും ഫുഡ് കിട്ടി. ഫാമിനായി കുഞ്ഞും കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുകയാണ്. ഞങ്ങൾ ഫുഡിന് വേണ്ടി ക്യൂ നിൽക്കുക. ചിക്കനെങ്കിലും ഉണ്ടോ? ഉള്ള എടുത്തോണം. സലാഡൊന്നും ഒത്തിരി ഉണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലൊരു കളിപ്പോറ്റായിരുന്നു. എങ്ങനെ ഉണ്ടാക്കൂ? എങ്ങനെ ഉണ്ടോ ചേ? ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ടെനൂറ ഡാൻസുകാരൻ എത്തിയിരിക്കുകയാണ്. ആ പടം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഫുഡും കഴിച്ച് സമാധാനിക്കുക. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. പുള്ളി ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിച്ച് നമുക്ക് വേണം ചെല്ലാം. ആ ടെനൂറയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമുക്ക് വേണം അവിടെ കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു വലിയ മൽപ്പിടുത്ത പരിപാടി കഴിഞ്ഞ്
ക്രൂസ് ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു വേദി. ഓസിലൊക്കെ മടുത്ത്. ഓസിൽ പടമായി. എന്നാ ചെയ്യാനാ, ഇതുവരെ അനുഭവം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതുപോലെ വലിയ ഹോളിഡേക്കൊന്നും ആരും ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ നല്ലത്. ഭയങ്കര തിരക്കായി. അങ്ങനെ 2-2.5 മണിക്കൂറത്തെ ഈ കടൽ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തണുത്ത് മരവിച്ചെത്തിയിരിക്കുകയാണ്. മനസ്സുകൊണ്ട് അത്ര വലിയ തൃപ്തിയായില്ല, എങ്കിലും ഇതൊരു അനുഭവമായിരുന്നു. അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും, ഇതിപ്പോൾ ഉള്ള ഹോളിഡേയ്സിലൊന്നും ദുബൈയിലൊന്നും ഒരു ഡെസ്റ്റിനേഷനിലും ചെല്ലാതിരിക്കുക. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.